ജന്മദിനം പെൺകുട്ടിക്ക് സന്തോഷ ജന്മദിനം കുട്ടിക്ക് സന്തോഷ ജന്മദിനം വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഫഡിൽസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നെയ്യാർ ഡാമിൻ്റെ മുന്നിലാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം. വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് നെയ്യാർ ഡാം. ഞങ്ങളെ കൂടാതെ ബ്രദറും ഫാമിലിയും അതുപോലെ ബ്രദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഞങ്ങളോടൊപ്പമുണ്ട്. Turn left toward Thiruvananthapuram Neyyar Dam Road, then slide right onto Thiruvananthapuram Neyyar Dam Road. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാവിറ്റി ടൈപ്പ് അണക്കെട്ടാണ് നെയ്യാർ ഡാം. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ്. ഇതിന് 56 മീറ്റർ ഉയരവും 295 മീറ്റർ നീളവുമുണ്ട്. ആദ്യം ഞങ്ങൾ കയറിയത് ചിൽഡ്രൻസ് പാർക്കിലാണ്. ശ്രേഹ നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടം. ഒരുപാട് സാധനങ്ങളില്ല എങ്കിലും നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. അഗസ്ത്യകൂടത്തിൽ നിന്നും ഉത്ഭവിച്ച് പൂവാറിൽ കടലിനോട് ലയിക്കുന്നു നെയ്യാർ. ഇതിനിടയിൽ അരുവിയായി പിറവിയെടുത്ത് വൻ നദിയായി ഒഴുകി അണകൾ കടന്ന് മരങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും നനച്ച് നെയ്യാർ ഒരു ജന്മം പൂർത്തിയാക്കുന്നു. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് നെയ്യാർ ഡാം. അണക്കെട്ടിൽ ബോട്ടിംഗ്, മുതല പുനരധിവാസ ഗവേഷണ കേന്ദ്രം, ആന സവാരി, വാച്ച് ടവർ, പൂന്തോട്ടം, അക്വേറിയം, മാൻ പാർക്ക്, യോഗ കോഴ്സുകളും ധ്യാന പരിപാടികളും നൽകുന്ന ശിവാനന്ദ യോഗ, വേദാന്ത, ധന്വന്തിരി ആശ്രമം തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നെയ്യാർ അണക്കെട്ടിലേക്കുള്ള പ്രവേശന ഫീസ് 10 രൂപയാണ്. അതുപോലെ പാർക്കിംഗ്, ബോട്ടിംഗ്, വന്യജീവി സങ്കേതം, വനത്തിൽ പ്രവേശിക്കാൻ പ്രത്യേകം പണം നൽകണം. ഇനി നമ്മൾ ബോട്ടിങ്ങിലാണ് പോകുന്നത്. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. ഈ ചേച്ചിയാണ് നമ്മളുടെ ഡ്രൈവർ. നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ വളരെ സേഫായിട്ട് ഞങ്ങളെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തു. നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ബോട്ടിങ് ദിവസവും 10 മണി മുതൽ 5 മണി വരെയാണ് DTPC നടത്തുന്നത്. കൂടാതെ സഫാരി ബോട്ടുകളും ഹൈ സ്പീഡ് ബോട്ടുകളും സന്ദർശകർക്ക് ഇവിടെ ലഭ്യമാണ്. അതൊക്കെ നമ്മൾ ഇതിനകത്തുള്ള അവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട്. ആദിവാസികൾ അതിന്റെ ബാക്ക് സൈഡ് തമിഴ്നാട്, അതിന്റെ ബാക്ക് സൈഡ് തമിഴ്നാടാണ്. കേരളത്തിന്റെയും സംസ്ഥാന ബോർഡറാണ്. അപ്പോൾ തിരുനെൽവേലി ഈ വനത്തിലുള്ളവരാണ് ഈ ഓണത്തിന് കണി കാണാൻ രാജാവിന് മലക്കുറി എല്ലാം
നെയ്യാർ ഡാമും വന്യജീവി സങ്കേതവും സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ തുറന്നിരിക്കുന്ന ഇത് റോഡ് മാർഗം നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലമാണ്. നെയ്യാറിൽ കുളിക്കാനും തുണി അലക്കാനും വരുന്നവരെ പതിയിരുന്ന് ആക്രമിക്കുന്ന ചീങ്കണ്ണികളുണ്ട്. ഒരു കാലത്ത് പത്രമാധ്യമങ്ങളിലെ സ്ഥിരം വാർത്തയായിരുന്നു അത്. ചീങ്കണ്ണിയുടെ ശല്യം കഠിനമായപ്പോഴാണ് അവയെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായത്. അതെന്തായാലും നെയ്യാറിൽ ചീങ്കണ്ണി പാർക്കിന് തുടക്കമിട്ടു. ഈ പാർക്കിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് വന്ന സ്റ്റീവ് ഇർവിൻ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ. ലോകപ്രശസ്തനായ മുതലവേട്ടക്കാരൻ സ്റ്റീവ് ഇർവിന് ഇന്ത്യൻ ജനത നൽകിയ സ്മാരകമാണ് ഈ മുതല സങ്കേതം. നെയ്യാറിൻ്റെ ഓളപ്പരപ്പിലൂടെ തെന്നി നീങ്ങുമ്പോൾ ദൂരെ മഞ്ഞു പുതച്ച കൊടുമുടികൾ കാണാം. കാളിമലയും കാളിപ്പാറയും ക്ലാമലയും കൊണ്ടകെട്ടിമലയും ഒക്കെയാണ് ആ കാണുന്നത്. ഓരോ മലയ്ക്കും പറയാനുണ്ടാകും ഓരോരോ കഥകൾ. അഗസ്ത്യമലയുടെ അടിവാരത്തിലുള്ള പ്രകൃതി ഭംഗി ലോകത്ത് മറ്റൊരു ജലാശയത്തിനും ഉണ്ടാവാനിടയില്ല. അപൂർവ ഇനം മരുന്നുചെടികളെ തഴുകി വരുന്ന ശുദ്ധജലം, സവാരിക്കായി ബോട്ടുകളും വള്ളങ്ങളും, സാഹസികരെ കാത്തിരിക്കുന്ന ട്രക്കിംഗ്, ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. പരസ്യത്തിൽ പറയുന്നത് പോലെ ഉയരം കൂടുന്തോറും സ്വാദ് കൂടുമോ എന്നറിഞ്ഞുകൂടാ, പക്ഷേ സൗന്ദര്യം കൂടുമെന്ന് നെയ്യാർ പറയുന്നു. നെയ്യാറിൽ 2 വാച്ച് ടവറുകളുണ്ട്. 2 ടവറുകൾക്ക് മുകളിൽ നിന്നാലും കാണുന്നത് നെയ്യാറിൻ്റെ വേറിട്ട കാഴ്ചകളാണ്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്നു നെയ്യാറിൻ്റെ നീല ജലാശയം. അതിനോട് ചേർന്ന് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഉണ്ട്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പൂന്തോട്ടങ്ങളിലൊന്ന് നെയ്യാർ ഡാമിലാണ്. അപൂർവ ഇനം ഓർക്കിഡുകൾ ഉൾപ്പെടെ വർണ്ണങ്ങളുടെ വസന്തം തീർക്കുന്നുണ്ട് ഈ പൂന്തോട്ടം. പക്ഷേ ഇപ്പോൾ ഈ പൂന്തോട്ടം നിറയെ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്. ഉള്ളിൽ കുളിര് കോരിയിടുന്ന വെള്ളച്ചാട്ടങ്ങൾ നമുക്കിവിടെ കാണാം. അതുപോലെ അക്വേറിയം, പാർക്കുകൾ, കാഴ്ചയുടെ ഇരുകരകൾക്കുമിടയിൽ ഒരു അത്ഭുതം പോലെ നിൽക്കുകയാണ് നമ്മളുടെ നെയ്യാർ. നെയ്യാർ റിസർവോയറിനുള്ളിലെ ഒരു ഉപദ്വീപിലാണ് ലയൺ സഫാരി പാർക്ക് ഉള്ളത്. ചുറ്റും കമ്പിവേലി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശം. 50-ലധികം ക്രോട്ടൺ പ്ലാന്റ്സുകൾ നമ്മളിവിടെ കണ്ടു. നല്ല ഭംഗിയുള്ള ഇലച്ചെടികൾ.
തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക ജീവനാഡിയിലൂടെ ഒഴുകിയിട്ടും എന്തുകൊണ്ട് നെയ്യാർ ഒരു ഭാരതപ്പുഴയായില്ല? കവികൾ പാടിപ്പുകഴ്ത്തിയില്ല, കഥാകാരന്മാർ തീരങ്ങളെക്കുറിച്ച് വാചാലരായില്ല, സിനിമാക്കാർ ക്യാമറ ചലിപ്പിച്ചില്ല. നെയ്യൊഴുകിയ നദിയെ വെള്ളമാക്കി മാറ്റിയെടുത്ത അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണോ? അതോ 1000 ദുരൂഹതകൾ ഒളിപ്പിച്ച് കാടിൻ്റെ വന്യതയിലൂടെ മാത്രം ഒഴുകുന്നതുകൊണ്ടാണോ? ആ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളേ ഉള്ളൂ, അത് ആ നെയ്യാറ് തന്നെയാണ്. പിന്നെ അഗസ്ത്യകൂടത്തിൻ്റെ ഗിരിശൃംഗങ്ങളിൽ എവിടെയോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന അഗസ്ത്യമുനിയും. ഓരോ പുഴയും ഓരോ കഥയാണ്. അരുവിയായി പിറക്കുന്ന ബാല്യം മുതൽ കൗമാരവും യൗവനവും പിന്നെ വാർദ്ധക്യവും കടന്ന് കടലിൻ്റെ അനന്തതയിലേക്ക് വിലയം പ്രാപിക്കുന്ന വാനപ്രസ്ഥം വരെ നെയ്യാറും അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നെയ്യാർ ഡാമിൽ നിന്നുള്ള രാത്രി കാഴ്ചയാണ്. നെയ്യാറ് രാത്രിയിലും വളരെ മനോഹരിയാണ്. ഞങ്ങൾ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആ സസ്പെൻസ് അവർ പൊളിച്ചത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും അവർ പോയി ഒരു കേക്കൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജന്മദിനമായിരുന്നു എനിക്കിത്. നെയ്യാർ ഡാമിൻ്റെ മുകളിൽ വെച്ച് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇത്രയും വലിയ സസ്പെൻസ് ഒരുക്കി തന്ന ഷൈജിത്തിനും രാജേഷ് ചേട്ടനും ശാലിനിക്കും സിമിക്കും എൻ്റെ 1000 നന്ദി. അതുപോലെ ഈ രഹസ്യം ഒട്ടും പരസ്യമാക്കാതെ കാത്തു സൂക്ഷിച്ച അമ്പാടിക്കുട്ടനുമുണ്ട്, വളരെയധികം നന്ദി. അമ്പാടിക്കണ്ണൻ ആരോമലിൻ്റെ അടുത്തും പറഞ്ഞിരുന്നു, പക്ഷേ ആരോമലും എന്നിൽ നിന്നത് ഒളിപ്പിച്ചു വെച്ചു. എന്തായാലും ഒരിക്കലും മറക്കാനാവാത്ത വളരെ മനോഹരമായ ഒരു ജന്മദിന ആഘോഷമായിരുന്നു ഇത്. സന്തോഷ ജന്മദിനം പെൺകുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.